നമസ്കാരം. 31ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്യാം. ഞാൻ ചോദ്യത്തിലേക്ക് നേരിട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: പൊതുമരാമത്ത് വകുപ്പിന് വേണ്ടി, അതായത് PWD, സ്ഥലം ഏറ്റെടുത്തതിന്റെ വില അതിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ വിതരണം ചെയ്യുമ്പോൾ ട്രഷറി കണക്കിൽ ഉൾക്കൊള്ളിക്കുന്നത് എവിടെയാണ്? നമ്മളിത് ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യമാണ്. അതായത് പൊതുമരാമത്ത് വകുപ്പിന് വേണ്ടി PWDക്ക് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുത്തതിന്റെ വില അതിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പൊതുമരാമത്ത് വിഭാഗത്തിൽപ്പെട്ട ആളല്ല. PWDയുടെ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഒരു ലാൻഡ് ഏറ്റെടുക്കുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ഉദ്യോഗസ്ഥൻ ശരിക്കും ലാൻഡ് അക്വിസിഷനിലെ ആളായിരിക്കും, PWDയിലെ ആളായിരിക്കില്ല. അങ്ങനെ ഏറ്റെടുത്ത് പണം കൊടുക്കുന്ന സമയത്ത് പണം കൊടുക്കുന്നതും ലാൻഡ് അക്വിസിഷനിലായിരിക്കും. അത് ട്രഷറി കണക്കിൽ ഉൾക്കൊള്ളിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം, പൊതുമരാമത്ത് വകുപ്പിന്റെ കണക്കിലാണ് അത് ഉൾക്കൊള്ളിക്കേണ്ടത്, ലാൻഡ് അക്വിസിഷന്റെ കണക്കിലല്ല എന്നർത്ഥം. മാത്രമല്ല, ഓരോ കേസിലും ഏത് ഡിവിഷൻ ആണ് എന്ന് കാണിക്കുകയും വേണം. പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലെ ഏത് ഡിവിഷൻ ഓഫീസാണെന്ന് കാണിക്കുകയും വേണം. രണ്ടാമത്തെ ചോദ്യം: സംസ്ഥാനത്തിന്റെ രണ്ട് ട്രഷറികൾ തമ്മിലുള്ള കറൻസി ചെസ്റ്റ് മുഖാന്തരമുള്ള ഇടപാടുകൾ ട്രഷറിയിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോ സംസ്ഥാനത്തിന്റെ അകത്തുള്ള രണ്ട് ട്രഷറികൾ തമ്മിലുള്ള കറൻസി ചെസ്റ്റ് മുഖാന്തരമുള്ള ഇടപാടാണ്. അത് നമുക്ക് സംസ്ഥാനത്തിനകത്തുള്ള രണ്ട് ട്രഷറി എന്ന് പറയുമ്പോൾ അത് ട്രഷറിയിൽ ഏത് തരത്തിലാണ് രേഖപ്പെടുത്തുന്നത്? അത് ലോക്കൽ റെമിറ്റൻസ് ആയിട്ടാണ് വേണ്ടത്. നമ്മൾ ലോക്കൽ റെമിറ്റൻസും ഫോറിൻ റെമിറ്റൻസും പഠിച്ചിട്ടുണ്ട്. ഇത് ലോക്കൽ റെമിറ്റൻസ് ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അടുത്ത ചോദ്യം: ഒരു നോൺ ബാങ്കിങ് ട്രഷറിയിൽ ബൈ ട്രാൻസ്ഫർ എന്ന വിഭാഗത്തിൽ കൂടി നടത്തുന്ന പേയ്മെന്റുകളെല്ലാം, ഒരു നോൺ ബാങ്കിങ് ട്രഷറി എന്ന് പറഞ്ഞാൽ ട്രഷറിയുടെ ഇടപാട് ട്രഷറി തന്നെ നടത്തുന്നു, ബാങ്ക് അല്ല. പണമിടപാട് അടക്കം ട്രഷറി തന്നെ നടത്തുന്നു, ബാങ്ക് അല്ല. ആ ട്രഷറിയിൽ ബൈ ട്രാൻസ്ഫർ എന്ന വിഭാഗത്തിൽ കൂടി നടത്തുന്ന പേയ്മെന്റുകൾ എല്ലാം എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ ഉത്തരം: ഇത് ഈ ഇടപാട് ബൈ ട്രാൻസ്ഫർ ആണ്. ബൈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ പണം കൊടുക്കുന്നില്ല, അക്കൗണ്ടിലുള്ള ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്താൽ, അങ്ങനെ ബൈ ട്രാൻസ്ഫറിലൂടെ നടക്കുന്ന പേയ്മെന്റ്സ് ഒക്കെ തന്നെ അത് ട്രഷററുടെ ക്യാഷ് ബുക്കിൽ ചേർക്കേണ്ടതില്ല. ഉത്തരം ഇതാണ്: പണം വിതരണം ചെയ്യേണ്ടതിനാൽ പണം വിതരണം ചെയ്യുന്നില്ലോ, അതുകൊണ്ട് തന്നെ ട്രഷറർമാരുടെ ക്യാഷ് ബുക്കിൽ ചേർക്കേണ്ടതില്ല. ഓക്കെ. അടുത്ത ചോദ്യം: ഓരോ ഇനം വരവും ചെലവും ട്രഷറിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അവ കണക്കിൽ ഉൾപ്പെടുത്താൻ ആശ്രയിക്കുന്ന ഘടകങ്ങൾ. ഓരോ ഇനം റെസീറ്റും പേയ്മെന്റും ട്രഷറിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അവ കണക്കിൽ ഉൾപ്പെടുത്താൻ ആശ്രയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഗവൺമെന്റ് കണക്കിന്റെ ഏത് വിഭാഗത്തിലാണെന്ന് രേഖപ്പെടുത്തണം, അത് അറിയണം. ആ ഘടകങ്ങൾ അതൊക്കെയാണ്. രണ്ട്, ഏത് ഗവൺമെന്റിൻ്റെതാണ്, കേന്ദ്ര ഗവൺമെന്റ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെതാണോ, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിൻ്റെതാണോ എന്നറിയണം. മൂന്നാമത്തെ കാര്യം, മേജർ ഹെഡ് അറിയണം. ഏത് ഹെഡ് ഓഫ് അക്കൗണ്ട് ആണ്, അതിലെ മേജർ ഹെഡ് ഓഫ് അക്കൗണ്ട് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ട്രഷറിയിലെ ഓരോ ഇനം കൈകാര്യം ചെയ്യുമ്പോഴും അത് ആശ്രയിക്കുന്ന മൂന്ന് ഘടകങ്ങൾ ഇതൊക്കെയാണ്. ഗവൺമെന്റ് കണക്കിന്റെ ഏത് വിഭാഗത്തിലാണെന്ന് അറിയണം, ഏത് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആണോ അല്ല അതർ സ്റ്റേറ്റ് ആണോ നമ്മുടെ സ്റ്റേറ്റ് ആണോ എന്ന് അറിയണം, പിന്നെ മേജർ ഹെഡ് ഓഫ് അക്കൗണ്ടും അറിയണം. അടുത്ത ചോദ്യം: വേറെ ഒരു സംസ്ഥാനത്തിന് വേണ്ടി ഈ സംസ്ഥാനത്തിലുള്ള ഒരു ട്രഷറിയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടതെന്ന ചോദ്യം. അത് രണ്ട് രജിസ്റ്റേഴ്സ് ആയിട്ട് രേഖപ്പെടും. വേറൊരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള
വേറൊരു സംസ്ഥാനത്തിന് വേണ്ടി ഈ സംസ്ഥാനത്തെ ട്രഷറിയിൽ നടത്തുന്നത് രണ്ട് രജിസ്റ്റർ, ഒന്ന് ആ, വരവിനൊന്നും ചെലവിനൊന്നും, അല്ലെ റെസീറ്റിനൊന്ന് പേയ്മെന്റിനൊന്നും ആയിട്ട് രേഖപ്പെടുത്തണം. അടുത്ത ചോദ്യം: പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ നൽകുന്ന ചെക്കിന് പണം കൊടുക്കുമ്പോൾ ട്രഷറിയിൽ രേഖപ്പെടുത്തേണ്ട രജിസ്റ്ററിന്റെ പേര്. അപ്പോ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ നൽകുന്ന ചെക്കിന് പണം കൊടുക്കുമ്പോൾ, പൊതുമരാമത്ത് വകുപ്പിലെ PWDയിലെ ഒരു ഉദ്യോഗസ്ഥൻ ചെക്കുമായി വന്നു, അവർക്ക് പണം കൊടുത്തു. അപ്പോൾ ആ പണം കൊടുക്കുമ്പോൾ ട്രഷറിയിലുള്ള ഒരു പ്രത്യേക രജിസ്റ്ററിൽ അത് രേഖപ്പെടുത്തണം. അത് ഉത്തരം ഇതാണ്: ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അനുസരിച്ച് ചെക്ക് മാറുന്ന രജിസ്റ്റർ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ അതായത് PWD പോലെയുള്ള വകുപ്പുകൾക്ക് തുടർച്ചയായിട്ട് പണമിടപാട് നടക്കുന്നതിനാൽ അവർക്ക് ബില്ല് സമർപ്പിച്ച് പാസ്സായിട്ടല്ല പണം കൊടുക്കുന്നത്. ഗവൺമെന്റ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന ഒരു ഇത് വെച്ചിട്ട് ഒരു നിശ്ചിത പരമാവധി തുക അവർക്ക് പിൻവലിക്കാനുള്ള ഒരു അധികാരം കൊടുത്തിരിക്കുക, ഒരു ഉത്തരവാണത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇപ്പോൾ 1.5 കോടി രൂപ ഇന്ന ഇതിന്. അപ്പോൾ അങ്ങനെ ആ എമൗണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന 1.5 കോടി രൂപ വരെ അനുവദിച്ചു കഴിഞ്ഞാൽ, ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ 1.5 കോടി ഉണ്ടെങ്കിൽ ആ 1.5 കോടി രൂപ വരെ ട്രഷറിയിൽ നിന്ന് അവർക്ക് ചെക്ക് വഴി വിഡ്രോ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ട്രഷറിയിൽ ഇതിനൊരു പ്രത്യേക രജിസ്റ്റർ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അനുസരിച്ച് ചെക്ക് മാറുന്നതിന് വേണ്ടി ഒരു രജിസ്റ്റർ സൂക്ഷിക്കും. എങ്കിൽ മാത്രമേ, അങ്ങനെ രജിസ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ ആ മാക്സിമം ലിമിറ്റ്, 1.5 കോടി ആണെങ്കിൽ 1.5 കോടി എന്ന് പറയുന്ന മാക്സിമം ലിമിറ്റ് എക്സീഡ് ചെയ്യാതെ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ പൈസ കൂടുതൽ വാങ്ങിപ്പോയാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം: ഒരു ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് തിരിച്ചു നൽകുമ്പോൾ കണക്കിൽ രേഖപ്പെടുത്തേണ്ട രീതി. ഒരു ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് തിരികെ കൊടുക്കുകയാണ്, അങ്ങനെ കൊടുത്താൽ അത് കണക്കില് മിസലേനിയസ് റീഫണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഒരുപാട് തവണ ചോദിച്ചത്. ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുമ്പോൾ കണക്കിൽ രേഖപ്പെടുത്തുന്നത് മിസലേനിയസ് റീഫണ്ട് ആയിട്ടാണ്. ഇനി അടുത്ത ചോദ്യം: എലക്ഷൻ ഡിപ്പോസിറ്റ് തിരിച്ചു നൽകാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ഇപ്പൊ എലക്ഷനിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ പണം കെട്ടിവെച്ചിട്ടാണ് മത്സരിക്കുക. അപ്പോൾ അത് തിരികെ കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആ നിയോജക മണ്ഡലത്തിന്റെ റിട്ടേണിംഗ് ഓഫീസറാണ്. ദ റിട്ടേണിംഗ് ഓഫീസർ കൺസേൺഡ്. അടുത്ത ചോദ്യം: റൂൾസ് അനുസരിച്ച് ഓരോ ട്രാൻസാക്ഷന് ശേഷം ബാലൻസ് PD അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം. ഇതിന് എന്തെങ്കിലും വേറെ വ്യത്യാസങ്ങളായിട്ട് എന്തെങ്കിലും, അല്ലെ തടസ്സങ്ങളായിട്ട് ഉണ്ടോ എന്നാണ്. അപ്പൊ അതുണ്ട്. ഒരുപാട് ട്രാൻസാക്ഷൻസ് ഒറ്റ ദിവസത്തിൽ ഒരു അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ കൂടുതൽ അല്ല, ഒരു ദിവസം അവസാനം ബാലൻസ് രേഖപ്പെടുത്തിയാൽ മതി. കുറെ ട്രാൻസാക്ഷൻ ഒരു അക്കൗണ്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനം അത് ബാലൻസ് രേഖപ്പെടുത്തിയാൽ മതി. അടുത്ത ചോദ്യം: ഒരു അഡ്വാൻസ് റൈറ്റ് ഓഫ് ചെയ്യാൻ റവന്യൂ അധികൃതർ അനുവാദം കൊടുത്താൽ ട്രഷറിയിൽ പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടത്തിൽ ഭേദഗതി വരുത്താൻ ആരുടെ അനുവാദം വേണം? അപ്പൊ ഇത്തരത്തില് അഡ്വാൻസ് യാതൊരു കാരണവശാലും തിരിച്ചു കിട്ടില്ല തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യം വരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും വന്നാൽ അത് റൈറ്റ് ഓഫ് ചെയ്യും. റൈറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാല് എഴുതി തള്ളാറുണ്ട്. അത്തരത്തില് എഴുതി തള്ളാൻ, ഒരു അഡ്വാൻസ് റൈറ്റ് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ എഴുതി തള്ളാൻ വേണ്ടി റവന്യൂ അധികൃതർ അനുവാദം കൊടുത്തു കഴിഞ്ഞാല് ട്രഷറിയിൽ പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടത്തിൽ കോട്ടം തട്ടാതെയാണ് സാധാരണ ചെയ്യുക. പക്ഷെ അങ്ങനെ പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടത്തിൽ അത് ഭേദഗതി വരുത്തണമെങ്കിൽ ആരുടെ അനുവാദം വേണമെന്നാണ് ചോദ്യം. അത് നമ്മളുടെ അക്കൗണ്ടന്റ് ജനറലിന്റെ അംഗീകാരം വേണം. അടുത്ത ചോദ്യം: പ്രീവിയസ് ഇയറിലെ കണക്കുകളിലെ ഭേദഗതികൾ അടുത്ത വർഷം ഏത് ദിവസം വരെ അനുവദിക്കാൻ പറ്റും? അതായത് ഗവൺമെന്റിന്റെ വരവും ചെലവും രേഖപ്പെടുത്തിയ കണക്കുകൾ, ഡിപ്പോസിറ്റ് ഹെഡ്സ്, ലോക്കൽ ഫണ്ട് ഹെഡ്സ് ഒഴികെയുള്ള പ്രീവിയസ് ഇയറിലെ കണക്കുകളിൽ ചെറിയ ഭേദഗതികൾ വരുത്താൻ വേണ്ടി, അതായത് മാർച്ച് 31 കഴിഞ്ഞാൽ, അതാണ് അടുത്ത വർഷം എന്ന് പറയുന്നത്. മാർച്ച് 31 കഴിച്ചാൽ അടുത്ത സാമ്പത്തിക വർഷമായി. അതിൽ ഏത് ദിവസം വരെ അനുവദിക്കാവുന്നു ഭേദഗതികൾക്ക് വേണ്ടിയിട്ട്? ഉത്തരം സാധാരണഗതിയിൽ മെയ് 20 വരെയാണ്.
അല്ലെങ്കിൽ AG മറ്റൊരു ദിവസം പറഞ്ഞാൽ അതും കുഴപ്പമില്ല. മെയ് 20 അതിന് മാക്സിമം അനുവദിക്കാൻ പറ്റുന്ന ദിവസം. അടുത്ത ചോദ്യം, ലാപ്സ്ഡ് ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റ് തയ്യാറാക്കുന്നത്, ലാപ്സ്ഡ് അതായത് കാലഹരണപ്പെട്ട ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റുകളെ പറ്റിയിട്ടുള്ള ലിസ്റ്റ് അത് തയ്യാറാക്കുന്നത്. അപ്പോ അതെവിടെയാണെന്നാണ് ചോദ്യം. അത് എവിടെയാണോ ആ ട്രഷറി, അതായത് ഈ ഡിപ്പോസിറ്റുകളുടെ കണക്കുകൾ സൂക്ഷിച്ചിട്ടുള്ള ട്രഷറി എവിടെയാണോ അവിടെയാണ് ആ കണക്കുകൾ, ആ ട്രഷറിയിലാണ് അത് സൂക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം, സർക്കാരിലേക്ക് മുതൽക്കൂട്ടായി കിട്ടിയ ചെക്ക് ശരിയായ അക്കൗണ്ട് ഹെഡിലാണോ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള ചുമതല ആർക്കാണ്? അത് ചെക്ക് കളക്ട് ചെയ്ത ആ വകുപ്പ് ഉദ്യോഗസ്ഥനാണ് അതിന്റെ ഉത്തരവാദിത്തം. അടുത്ത ചോദ്യം, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ സർക്കാർ ഗ്രാന്റ് അനുവദിച്ച ഓർഡറിന്റെ കോപ്പി സഹിതം ബില്ല് ട്രഷറിയിൽ ഹാജരാക്കിയാൽ ട്രഷറി ഓഫീസർ പാസ്സാക്കുമോ എന്നാണ് ചോദ്യം. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ സർക്കാർ ഗ്രാന്റ് അടിച്ച ഓർഡറിന്റെ കോപ്പിയൊക്കെ വെച്ചിട്ട് സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിച്ച ഇത് പാസ്സാക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം ബില്ലുകൾ കൗണ്ടർ സൈൻ ചെയ്തേണ്ടതായിട്ടുണ്ട്. വകുപ്പ് മേധാവി പോലെയുള്ള ആൾക്കാർ കൗണ്ടർ സൈൻ ചെയ്തതാണ്. കൗണ്ടർ സൈൻ ചെയ്തതിന് ശേഷം ട്രഷറിക്ക് അവിടെ നിന്ന് തന്നെ, കൗണ്ടർ സൈൻ ചെയ്യുന്ന ഓഫീസിൽ നിന്ന് തന്നെ ഒരു അഡ്വാൻസ് കോപ്പി അയക്കും. ആ കോപ്പി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ബില്ല് പാസ്സാക്കാൻ പാടുള്ളൂ. ഇനി അടുത്ത ചോദ്യം, ഒരു പ്രൈവറ്റ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ ആദ്യമായിട്ടുള്ള വാസവാടക ക്ലെയിം ചെയ്യുന്ന ബില്ലിൽ ഓരോ വർഷവും വയ്ക്കേണ്ടത് എന്താണ്? പ്രൈവറ്റ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പിന്നെ ആദ്യത്തെ ബില്ലിൽ വെക്കേണ്ടത് ശരിക്കും എന്താന്ന് വെച്ചാൽ ആ പ്രദേശത്ത് അധിക വാടക ന്യായമായെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് വെക്കണം, ഒന്ന്. രണ്ടാമത്തത്, ആ പ്രദേശത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ആ ഏരിയയിൽ അധികാരമുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒപ്പിട്ട ഒരു സർട്ടിഫിക്കറ്റ് എന്താണെന്ന് വെച്ചാൽ അനുയോജ്യമായ സർക്കാർ കെട്ടിടം ഈ പ്രദേശത്ത് ഇല്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ബിൽഡിംഗ് കെട്ടിട വിഭാഗത്തിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒപ്പിട്ട ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ മാസവാടക ക്ലെയിം ചെയ്യുന്ന സമയത്ത് വേണ്ട മറ്റൊരു സംഗതി, ഈ വാടക ഇപ്പൊ നിലവിൽ ഈ ബില്ലിൽ ക്ലെയിം ചെയ്തിരിക്കുന്ന വാടക ന്യായമാണ് എന്നുള്ള സർട്ടിഫിക്കറ്റും വേണം. അടുത്ത ചോദ്യം, ട്രഷറിയിലെ ഏതെങ്കിലും ഭാഗം സ്ട്രോങ് റൂമായി ഉപയോഗിക്കാമെങ്കിൽ അത് സുരക്ഷിതവും അനുയോജ്യവുമാണ് എന്ന് സർട്ടിഫൈ ചെയ്യേണ്ടത് ആരാണ്? അത് കെട്ടിട വിഭാഗം പൊതുമരാമത്ത് വകുപ്പിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് ട്രഷറിയിലെ ഒരു പ്രത്യേക സെക്ഷൻ സ്ട്രോങ് റൂമായി ഉപയോഗിക്കണമെങ്കിൽ സർട്ടിഫൈ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ട്രഷറി സ്ട്രോങ് റൂം പൊതുമരാമത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ പരിശോധിക്കേണ്ടതും സുരക്ഷാ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുമായ കാലാവധി അത് എപ്പോഴൊക്കെയാണ് ഈ ട്രഷറി സ്ട്രോങ് റൂം പരിശോധിക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥൻ? അതിന്റെ ഉത്തരം ഓരോ വർഷവും പരിശോധിക്കണം എന്നാണ്. ഇനി അടുത്ത ചോദ്യം, ഒരു സബ് ട്രഷറിയിൽ നിന്നും അപഹരിച്ച പണം അത് തിരിച്ചടച്ചാൽ തന്നെയും സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് ട്രഷറി ഓഫീസർ ആർക്കാണ് അയക്കേണ്ടത്? അത്തരം ഒരു സംഭവം വന്നാൽ അത് പണം തിരിച്ച് അടച്ചാൽ തന്നെയും അത്തരത്തിലെ ഒരു പണം നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ട്രഷറി ഓഫീസർ അക്കൗണ്ടന്റ് ജനറലിനെ അറിയിക്കണം, ഡയറക്ടർ ഓഫ് ട്രഷറീസിനെ അറിയിക്കണം, പിന്നെ ഗവൺമെന്റിനെ അറിയിക്കണം. 3 പേരെ അറിയിക്കണം: ഗവൺമെന്റ്, ട്രഷറി ഡയറക്ടർ, പിന്നെ അക്കൗണ്ടന്റ് ജനറൽ. അടുത്ത ചോദ്യം, ട്രഷറിയിൽ
സുരക്ഷയ്ക്കായി ഏൽപ്പിക്കപ്പെട്ട സീൽ ചെയ്ത ക്യാഷ് ചെസ്റ്റും സീൽ ചെയ്ത പാക്കറ്റ്സും മറ്റും വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള രജിസ്റ്ററിന്റെ പേര്. അതാ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്, സേഫ് കസ്റ്റഡി രജിസ്റ്റർ. അടുത്ത ചോദ്യം, ട്രഷറിയിൽ സൂക്ഷിക്കാൻ കൊടുത്തിട്ടുള്ള സീൽ ചെയ്ത ക്യാഷ് ചെസ്റ്റും പാക്കറ്റ്സും ട്രഷറി ഓഫീസർ എണ്ണം ശരിയാണോ എന്ന് നോക്കേണ്ട കാലാവധി അത് 6 മാസത്തിൽ ഒരിക്കലാണ്. അപ്പൊ കൊടുത്തിരിക്കുന്ന സൂക്ഷിക്കാൻ കൊടുത്ത സംഗതികള് 6 മാസത്തിൽ ഒരിക്കൽ റീചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അടുത്ത ചോദ്യം, ദ അക്കൗണ്ട്സ് ഓഫ് ഗവൺമെന്റ് ആർ മെയിൻറ്റെയിൻഡ് പ്രൈമറി ഓൺ. ഇപ്പോ ഗവൺമെന്റ് അക്കൗണ്ട്സ് ഓഫ് ഗവൺമെന്റ് ആർ മെയിൻറ്റെയിൻഡ് പ്രൈമറിലി ഓൺ. അത് പറയുന്ന അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സാധാരണഗതിയിൽ സിംഗിൾ എൻട്രി സിസ്റ്റം എന്നാണ് പറയുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഓൾട്ടറേഷൻ മെമ്മോറാണ്ടം ഇൻ ഫോം TA8 ഈസ് ഫോർവേഡഡ് ടു ദി അക്കൗണ്ടന്റ് ജനറൽ വെൻ. എപ്പോഴാണ് TA ഫോം 8 എന്ന് പറഞ്ഞാൽ റോമൻ ലെറ്റർ 8 ആൾട്ടറേഷൻ മെമ്മോറാണ്ടം അക്കൗണ്ടന്റ് ജനറലിന് അയക്കേണ്ടത് എപ്പോഴാണ്? അതിന്റെ ആൻസർ, വെൻ ആൻ എറർ ഇൻ ക്ലാസിഫിക്കേഷൻ ഈസ് നോട്ടീസ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ ആഫ്റ്റർ ദ ഡിസ്പാച്ച് ട്രഷറി അക്കൗണ്ട് ടു ദി AG. AGക്ക് ട്രഷറി അക്കൗണ്ടുകളെ കുറിച്ചുള്ള അക്കൗണ്ട് ജില്ലാ ട്രഷറി ഓഫീസർ അയച്ചതിന് ശേഷം, ട്രഷറി അക്കൗണ്ടുകൾ AGക്ക് അയച്ചതിന് ശേഷം ജില്ലാ ട്രഷറി ഓഫീസർ ഒരു എറർ ഇൻ ക്ലാസിഫിക്കേഷൻ, ആ ക്ലാസിഫിക്കേഷനിൽ ഒരു എറർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം അറിയിക്കാൻ വേണ്ടിയാണ് ഓൾട്ടറേഷൻ മെമ്മോറാണ്ടം അയക്കുന്നത്. അടുത്ത ചോദ്യം, എ ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് റീഫണ്ടഡ് അണ്ടർ ദ റൂൾസ് ഓഫ് ഗവൺമെന്റ് ഷുഡ് അപ്പിയർ ഇൻ ദ ട്രഷറി അക്കൗണ്ട് ആസ്. നമ്മൾ വീണ്ടും ഇപ്പൊ പറഞ്ഞ ചോദ്യം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. എ ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് റീഫണ്ടഡ് അണ്ടർ റൂൾസ് ഓഫ് ഗവൺമെന്റ് ഷുഡ് അപ്പിയർ ഇൻ ദ ട്രഷറി അക്കൗണ്ട് ആസ്. ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് എങ്ങനെ ഏതായിട്ട് ചേർക്കണമെന്ന് നമ്മൾ പറഞ്ഞത്? മിസലേനിയസ് റീഫണ്ട് എന്നാണ് അതിന്റെ ആൻസർ, മിസലേനിയസ് റീഫണ്ട്. അടുത്ത ചോദ്യം, പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടം ഈസ് പ്രിപ്പയർഡ് ആസ് ഡിറ്റർമിൻഡ് ബൈ ഹൂം. പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടം ഈസ് പ്രിപ്പയർഡ് ആസ് ഡിറ്റർമിൻഡ് ബൈ ഹൂം. അത് AG ആണ്, അക്കൗണ്ടന്റ് ജനറൽ ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ ഡാഷ് ക്യാഷ് അക്കൗണ്ട് ഷുഡ് ബി സൈൻഡ് ആൻഡ് സർട്ടിഫൈഡ് ബൈ ദി ട്രഷറി ഓഫീസർ. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ആസ് പെർ ഡാഷ് ക്യാഷ് അക്കൗണ്ട് ഷുഡ് ബി സൈൻഡ് ആൻഡ് സർട്ടിഫൈഡ് ബൈ ദി ട്രഷറി ഓഫീസർ? ട്രഷറി ഓഫീസർ ക്യാഷ് അക്കൗണ്ടും സൈൻ ചെയ്യുകയും സർട്ടിഫൈ ചെയ്യുകയും വേണം എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? അപ്പൊ അത് പറയുന്ന ആർട്ടിക്കിൾ ശരിക്കും കേരള അക്കൗണ്ട് കോഡിലാണ് ഉള്ളത്. കേരള അക്കൗണ്ട് കോഡിലെ 121 ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 121 ഓഫ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 എന്നാണ് അതിന്റെ ആൻസർ. അടുത്ത ചോദ്യം, എവരി ഓർഡർ ഇഷ്യൂഡ് ബൈ എ കോർട്ട് ഫോർ ദ റീപേയ്മെന്റ് ഓഫ് എ ഡിപ്പോസിറ്റ് ഫ്രം ദ ട്രഷറി ഷാൽ ബി ഇൻ. എങ്ങനെയായിരിക്കും ഒരു റീപേയ്മെന്റിന് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ്, ഒരു ഡിപ്പോസിറ്റിന്റെ റീപേയ്മെന്റ് സംബന്ധമായ ഉത്തരവ് എങ്ങനെയായിരിക്കും അത് എന്നാ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇംഗ്ലീഷിലായിരിക്കും ആ ഉത്തരവ് എന്നാണ്. അടുത്ത ചോദ്യം, ഹു ഈസ് ദ അതോറിറ്റി ടു ഇഷ്യൂ എ പ്രോഹിബിറ്റിംഗ് ഓർഡർ അഗെയിൻസ്റ്റ് പേഴ്സണൽ ഡിപ്പോസിറ്റ്? അപ്പൊ ഒരു പേഴ്സണൽ ഡിപ്പോസിറ്റിനെതിരെ ഒരു നിരോധന ഉത്തരവ് പുറപ്പെടുവിക്കാൻ ആർക്കാണ് അധികാരം? അത് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ ആർക്കാണ് അധികാരം എന്നാണ് ചോദ്യം. അത് കോടതിക്കാണ് അതിനുള്ള അധികാരം. അടുത്ത ചോദ്യം, സ്റ്റേറ്റ്മെന്റ് ഓഫ് പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ട്സ് ഫോർവേഡ് ബൈ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ ടു ഹു?
അപ്പോൾ PD അക്കൗണ്ട്, പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ടുകളുടെ സ്റ്റേറ്റ്മെന്റ് ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ ആർക്കാണ് അയക്കേണ്ടത്? അത് അക്കൗണ്ടന്റ് ജനറലാണ് അയക്കേണ്ടത്. അടുത്ത ചോദ്യം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ലാപ്സ്ഡ് സബ് ട്രഷറി ക്യാഷ് ഓർഡേഴ്സ് റിപ്പോർട്ടഡ് ടു. സ്റ്റേറ്റ്മെന്റ് ഓഫ് ലാപ്സ്ഡ് സബ് ട്രഷറി ക്യാഷ് ഓർഡേഴ്സ് റിപ്പോർട്ടഡ് ടു. അപ്പോൾ സബ് ട്രഷറികൾ പുറപ്പെടുവിക്കുന്ന ക്യാഷ് ഓർഡേഴ്സ് ലാപ്സ് ആയി കഴിഞ്ഞു. ആ ലാപ്സ്ഡ് ആയിട്ടുള്ള സബ് ട്രഷറി ക്യാഷ് ഓർഡേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ് ആർക്കാണ് അയക്കേണ്ടത്? അതും അക്കൗണ്ടന്റ് ജനറലിനാണ് അയക്കേണ്ടത്. അടുത്ത ചോദ്യം, ടു വിച്ച് രജിസ്റ്റർ ഔട്ട്സ്റ്റാൻഡിംഗ് ഐറ്റംസ് ഓഫ് രജിസ്റ്റർ ഓഫ് റെസീപ്റ്റ്സ് ഓഫ് ഡിപ്പോസിറ്റ് ഓഫ് ദി സെക്കൻഡ് പ്രൊസീഡിംഗ് ഇയർ ആർ ടു ബി ട്രാൻസ്ഫേർഡ് ബൈ ദി ട്രഷറി ഓഫീസർ ആനുവലി. അതായത് ഒരു രണ്ടാമത്തെ വർഷം വരുമ്പോൾ തുടർ വർഷത്തിലെ നിക്ഷേപ രസീതുകളുടെ രജിസ്റ്ററിന്റെ കുടിശ്ശികകൾ ഓരോ വർഷവും ട്രഷറി ഓഫീസർ ഓരോ വർഷവും തലേതിലെ രജിസ്റ്റർ ആ കുടിശ്ശികകൾ ഏത് രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരിക്കുന്ന വർഷത്തെ രണ്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ അതിലെ ഡിപ്പോസിറ്റ് റെസീറ്റുകളുടെ ആ രജിസ്റ്ററിന്റെ കുടിശ്ശികയായിട്ട് അരിയേഴ്സ് ആയിട്ട് നിൽക്കുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്ലിയറൻസ് രജിസ്റ്ററിലേക്കാണ്. ആൻസർ ക്ലിയറൻസ് രജിസ്റ്റർ എന്നാണ്. അടുത്ത ചോദ്യം, ദ ഡേ ബുക്ക് യൂസ്ഡ് ഇൻ ദ ട്രഷറീസ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള കറസ്പോണ്ട് ടു ദി ക്യാഷ് ബുക്ക് റെഫേർഡ് ടു ഇൻ ദി. അത് ഏതിലാണ്? കേരള സംസ്ഥാന ട്രഷറികൾ ഉപയോഗിക്കുന്ന ഡേ ബുക്ക് പരാമർശിക്കുന്ന ക്യാഷ് ബുക്കിന് തുല്യമാണ്. ഏതിൽ പറയുന്ന ക്യാഷ് ബുക്കിന് തുല്യമാണെന്നാണ് ചോദ്യം. അതില് ഉള്ള റൂൾ ഏതാണെന്നാണ് ചോദ്യം. അത് ഓഡിറ്റർ ജനറൽസ് റൂളാണ്. അടുത്ത ചോദ്യം, റെമിറ്റൻസ് ഫ്രം ഡിസ്ട്രിക്ട് ട്രഷറി ടു ദി മിന്റ് ഷുഡ് ബി അക്കൗണ്ടഡ് ഫോർ ഇൻ ദ ട്രഷറി അക്കൗണ്ട് ആസ്. ഇപ്പൊ ജില്ലാ ട്രഷറിയിൽ നിന്ന് മിന്റിലേക്കുള്ള പണമടവ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതാണ് ഈ ക്വസ്റ്റ്യൻ. ജില്ലാ ട്രഷറിയിൽ നിന്ന് മിന്റിലേക്കുള്ള പണമടവ് ട്രഷറി അക്കൗണ്ടിൽ എങ്ങനെ കണക്കാക്കണം എന്നാണ്. അപ്പൊ ജില്ലാ ട്രഷറിയിൽ നിന്ന് മിന്റിലേക്ക് ഒരു പണമടവ് പോയാൽ അതിനെ നമ്മൾ ഫോറിൻ റെമിറ്റൻസ് ആയിട്ട് കണക്ക് കൂട്ടണം. ആൻസർ ഫോറിൻ റെമിറ്റൻസ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എവരി ഓഫീസർ റിസീവിംഗ് മണി ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ് ഷുഡ് മെയിൻറ്റെയിൻ എ ഡാഷ് ഇൻ ഫോം 7A. 7A എന്ന് പറയുന്ന ഫോമിൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്റർ ഏതാണ്? എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായും എല്ലാ ഓഫീസുകളും ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ് ക്യാഷ് ബുക്ക്. ഈ ക്യാഷ് ബുക്കിന്റെ ഫോം നമ്പർ ആണ് 7A. അപ്പോൾ എവരി ഓഫീസർ റിസീവിംഗ് മണി ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന് വേണ്ടിയിട്ട് പണം എത്തുന്ന കൈപ്പറ്റുന്ന എല്ലാ ഓഫീസർമാരും അവർ സൂക്ഷിച്ചിരിക്കേണ്ട നിർബന്ധമായിട്ടുള്ള ഒരു രജിസ്റ്ററാണ് ക്യാഷ് ബുക്ക്. ആ ക്യാഷ് ബുക്കിന്റെ ഫോം എന്ന് പറയുന്നത് 7A ആണ്. ഇനി അടുത്ത ചോദ്യം, ക്യാഷ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ ഫോം. ഇനി കുറച്ച് ഫോമാ പറയുന്നത്. ക്യാഷ് അക്കൗണ്ട് ഏത് ഫോമിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അത് TA 25ആണ്. ഇതൊരു വിഷമമുള്ള ക്വസ്റ്റ്യൻ അല്ല. ഈ ഫോം ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഫോമുകൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ ആയിട്ടുള്ള 4 ഓപ്ഷനിൽ നിന്ന് വേണം തിരിച്ചു പോകാൻ. ആ 4 ഓപ്ഷൻ നോക്കിയിട്ട് അത് ഇൻഡെക്സ് ഫോം പറയുന്ന ഇൻഡെക്സിൽ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താം. അല്ലെങ്കിൽ ഫോം മൊത്തം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിലുള്ള 10ഉം 37ഉം ഫോറോ ഒക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ 4 ഓപ്ഷനിൽ നിന്ന് അങ്ങോട്ട് പോവാം. ഓരോ ഓപ്ഷൻ ഏതാണോ ആ ആൻസർ ഫോം ആണോ എന്ന് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, സ്പെസിഫൈ ദ ഫോം ഓഫ് ഡേ ബുക്കിന്റെ ഫോം എത്രയാണ്? അത് TA റോമൻ ലെറ്റർ 4 ആണ്. റോമൻ ലെറ്റർ 4. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ഡെയിലി ക്ലോസിംഗ് ഓഫ് സബ് ട്രഷറി അക്കൗണ്ട്സ് ദ ട്രഷറർ ഡ്രോ അപ്പ് ഹിസ് ബാലൻസ് മെമ്മോറാണ്ടം ഇൻ ഫോം സ്പെസിഫൈങ് ദ ഡിനോമിനേഷൻ ഓഫ് നോട്ട്സ് ആൻഡ് കോയിൻസ്. നോട്ട്സ് ആൻഡ് കോയിൻസിന് ഇവിടെ ഡെയിലി ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഡെയിലി ബാലൻസ് ഷീറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഡെയിലി ക്ലോസിംഗിൽ ഉപയോഗിക്കുന്നത് ബാലൻസ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത് ഇവിടെ ഡെയിലി ബാലൻസ് ഷീറ്റ് ആണ് ഉദ്ദേശിച്ചത്. ഇവിടെ അത് ഏത് ഫോമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിനോമിനേഷൻ ഓഫ് നോട്ട്സ് ആൻഡ് കോയിൻസ്. കോയിൻസും നോട്ട്സുകളുടെ ഡിനോമിനേഷനും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ബാലൻസ് ഷീറ്റ്. അതിന്റെ ഫോം TA3 ആണ്. TA3 എന്ന് പറയുന്നത് റോമൻ ലെറ്റർ 3. അത് ഡെയിലി ക്യാഷ് ബാലൻസ് രജിസ്റ്റർ ആണെങ്കിൽ TA2 ആണ്, റോമൻ ലെറ്റർ 2. ഇപ്പൊ നമ്മൾ ഈ റോമൻ ലെറ്റർ ആയിട്ടുള്ള 10 ഫോമും ഉണ്ട് നമുക്ക്, അതും നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെസിഫൈ ദ ഫോം ഓഫ് ക്യാഷ് ബുക്ക് ഓഫ് ദ ട്രഷറർ. ട്രഷററുടെ ക്യാഷ് ബുക്ക്. നമ്മൾ പെട്ടെന്ന് ക്യാഷ് ബുക്ക് എന്ന് കേൾക്കുമ്പോൾ എടുത്തടിക്കരുത്. ട്രഷററുടെ ക്യാഷ് ബുക്ക്, ട്രഷറിയിലെ ട്രഷററുടെ ക്യാഷ് ബുക്കിന്റെ ഫോം ഏതാണെന്നാണ് ചോദ്യം. അത് TA1 ആണ്, റോമൻ ലെറ്റർ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടത്തിന്റെ ഫോം. അത് നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടത്തിന്റെ ഫോം എന്ന് പറയുന്നത് ഫോം TA33 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷെഡ്യൂൾ ഓഫ് ഫോറസ്റ്റ് റെമിറ്റൻസിന്റെ ഫോം TA28. ഷെഡ്യൂൾ ഓഫ് ഫോറസ്റ്റ് റെമിറ്റൻസ് എന്ന് പറയുന്നത് TA28 ആണ്. അടുത്ത ചോദ്യം, the monthly account of each dash treasury should be closed on the last working day of each calendar month. ഒരു കലണ്ടർ മാസത്തിന്റെ അവസാനത്തെ പ്രവൃത്തി ദിവസം ഏത് തരത്തിലുള്ള ട്രഷറിയുടെ അക്കൗണ്ട് ആണ് ക്ലോസ് ചെയ്യേണ്ടത് എന്നാണ്. അത് നോൺ ബാങ്കിങ് ട്രഷറിയുടെ ആണ്. നോൺ ബാങ്കിങ് ട്രഷറിയുടെ അക്കൗണ്ട് ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ ക്ലോസ് ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഓർമ്മിച്ചു വെക്കാം. ഇഫ് ദ ചീഫ് ട്രഷറർ ഓഫ് എ, അടുത്ത ചോദ്യമാണ്, ഇഫ് ദ ചീഫ് ട്രഷറർ ഓഫ് എ ഡിസ്ട്രിക്ട് ട്രഷറി goes on casual leave, however, he may at his option hand over his treasury keys to the treasurer or to the senior accountant serving under him, on the clear understanding that in all cases the dash will be personally responsible for any loss that may occur. ഒരു ജില്ലാ ട്രഷറിയിലെ ചീഫ് ട്രഷറർ കാഷ്വൽ ലീവ് എടുത്തു. അയാൾക്ക് ആ കാഷ്വൽ ലീവ് എടുക്കുമ്പോൾ അയാളുടെ ഇതിന്റെ താക്കോല് അയാളുടെ അണ്ടറിലുള്ള ട്രഷറിനെയോ സീനിയർ അക്കൗണ്ടന്റിനെയോ ഏൽപ്പിച്ചു. ഇത് ഉറപ്പായിട്ട് തന്നെയാണ് അയാൾ ഏൽപ്പിച്ചത്. എന്താണ്? ഡാഷ് വിൽ ബി പേഴ്സണലി റെസ്പോൺസിബിൾ ഫോർ എനി ലോസ്. ഈ പണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് വന്നാൽ അതിന് ഉത്തരവാദി ആരായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, ആരായിരിക്കും ഉത്തരവാദി? ഈ ലീവ് എടുത്ത ചീഫ് ട്രഷറർ തന്നെയായിരിക്കും. അതാ ഉത്തരം. ലീവ് എടുത്ത ചീഫ് ട്രഷറർ. ചീഫ് ട്രഷറർ വേറൊരാളെ താക്കോൽ ഏൽപ്പിച്ചതുകൊണ്ട് ആ പണത്തിൽ ലോസ് വന്നാൽ ആ മറ്റേ ഏൽപ്പിച്ച ആൾക്ക് ഉത്തരവാദിത്വം ഇല്ല. ചീഫ് ട്രഷറർക്ക് തന്നെയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. അടുത്ത ചോദ്യം, എ ഗവൺമെന്റ് സർവന്റ് ഹു റിസീവ്സ് എനി മണി ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെന്റ് ഷാൽ റിസീവ് ദം ഓൺലി ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർ. നമ്മള് ഗവൺമെന്റിന് വേണ്ടി പണം സ്വീകരിക്കുന്നത് ഏത് രൂപത്തിലാണ് സ്വീകരിക്കേണ്ടതെന്നാണ്. അത് പല രൂപത്തിലുണ്ട്. ഒന്ന് ലീഗൽ ടെൻഡർ കോയിൻ, നിയമപരമായ കോയിൻസ്. ലീഗൽ ടെൻഡർ കറൻസി ഓർ ബാങ്ക് നോട്ട്സ്. ലീഗൽ ടെൻഡർ കറൻസി ഓർ ബാങ്ക് നോട്ട്. അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഡ്രാഫ്റ്റ്സ് ഡ്രോൺ ഓൺ ദ ട്രഷറി വിത്ത് വിച്ച് ദി ഗവൺമെന്റ് സർവന്റ് ഡീൽസ് ആൻഡ് മെയ്ഡ് പേയബിൾ ടു ഹിം. ഈ 3 വിധത്തിലും നമുക്ക് ഈ പണം സ്വീകരിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, ട്രഷറേഴ്സ് ഡെയിലി ബാലൻസ് ഷീറ്റ് ഈസ് ഫർണിഷ്ഡ് ഇൻ ഫോം. വീണ്ടും അതേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ട്രഷറിയുടെ ഡെയിലി ബാലൻസ് ഷീറ്റിന്റെ ഫോം എത്രയാണ്? അത് TA റോമൻ ലെറ്റർ 3 ആണ്. അടുത്ത ചോദ്യം, ദി എമൗണ്ട് ഓഫ് ലാപ്സ് ഡിപ്പോസിറ്റ് റീഫണ്ടഡ് ആൻഡ് ദ റൂൾസ് ഓഫ് ഗവൺമെന്റ് ഷുഡ് അപ്പിയർ ഇൻ ദ ട്രഷറി അക്കൗണ്ട് ആസ്. വീണ്ടും വന്നിരിക്കുന്നു. നമ്മൾ പറഞ്ഞ ചോദ്യം തന്നെ വീണ്ടും വന്നിരിക്കുന്നു. മിസലേനിയസ് റീഫണ്ട് ആണ്. ഇനി any amount found surplus or deficit in treasury balance should be brought to account as such in the day book on the receipt or payment side.
ആസ് ദ കേസ് മേ ബി. അപ്പോൾ ഏത് അധികമോ കുറവോ വന്നാൽ, ഒരു എമൗണ്ട് ട്രഷറിയുടെ അക്കൗണ്ടിൽ അല്ല ഒരു ദിവസത്തെ ഇടപാടിൽ കുറവോ അധികമോ വന്നാൽ, ദ ട്രഷറി ബാലൻസ് ഷുഡ് ബി ബ്രോട്ട് ടു അക്കൗണ്ട് ആസ് സച്ച് ഇൻ ദ ഡേ ബുക്ക് ഓൺ ദ റെസീറ്റ് ഓർ പേയ്മെന്റ് സൈഡ്. ഒന്നുകിൽ റെസീറ്റ് സൈഡിലോ പേയ്മെന്റ് സൈഡിലോ ആയാലും അത് ഡേ ബുക്കിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ എന്നാണ് ചോദ്യം. ശരിയാണ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The deposits paid by or on behalf of candidates should be credited to the head. അതാണ് ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ഡിപ്പോസിറ്റ്സ് ഏത് ഹെഡിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ആ ഹെഡാണ് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ എലക്ഷൻ ഡിപ്പോസിറ്റ്. അതാണ് ഹെഡ്. ഓർമ്മിച്ചു വെക്കുക, കേൾക്കാൻ മനസ്സിലാവും. സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ എലക്ഷൻ ഡിപ്പോസിറ്റ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഡിപ്പോസിറ്റ് അല്ല, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എലക്ഷൻ ഡിപ്പോസിറ്റ് എന്നാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A government servant who receives any money, including money receives in the form of postal money order on behalf of the government, shall give the payer a receipt in form. അപ്പൊ നമുക്ക് ഒരു ഗവൺമെന്റ് സർവന്റിന് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു പണം കിട്ടി. ആ പണം പോസ്റ്റൽ മണി ഓർഡർ ആയിട്ട് കിട്ടിയാൽ പോലും അയാൾക്ക് ഈ പണം തന്നയാളിന് ഒരു റെസീറ്റ് കൊടുക്കണം. ആ റെസീറ്റിന്റെ ഫോം ഏതാണെന്നാണ് വളരെ ഇമ്പോർട്ടന്റ് കാര്യം. നമ്മൾ ഏത് ഓഫീസിൽ ഒരു പണം കിട്ടിയാലും നിർബന്ധമായിട്ടും ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു റെസീറ്റാണ് TR5 റെസീറ്റ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനെ വായിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. TR5 റെസീറ്റ് കൊടുക്കാറുണ്ട്. ഇവിടെ ആൻസർ ആ ഫോം TR5 ആണ്. Next question. When a government servant who does not maintain a cash book is authorized to receive any money on behalf of the government, he shall on receipt of such money grant a temporary receipt in പണം. When a government servant who does not maintain a cash book is authorized to receive any money on behalf of government. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ he shall on receipt of such money grant a temporary receipt കൊടുക്കാവുന്നതാണ്. അത് TR5 കൊടുക്കുക, TR5A അങ്ങനെയുള്ള ഒരു ടെമ്പററി റെസീറ്റ് നമ്മൾ കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. അക്കൗണ്ട്സ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് no transactions have taken place for dash complete financial years and more will be treated as unoperated accounts. ഏത് അക്കൗണ്ട്സിനാണ് നമ്മൾ അൺഓപ്പറേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് എന്ന് പറയുന്നത്? ഒരു ഇടപാടും നടത്താത്ത എത്ര വർഷം പൂർത്തിയാക്കിയ അക്കൗണ്ട്സിനാണ് അൺഓപ്പറേറ്റഡ് അക്കൗണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ ആൻസർ 5 ഇയർ ആണ്. 5 വർഷം ഒരു ട്രാൻസാക്ഷനും നമ്മൾ നടത്തിയിട്ടില്ല എങ്കിൽ, ഒരു അക്കൗണ്ടിൽ നടത്തിയിട്ടില്ല എങ്കിൽ ആ അക്കൗണ്ടിനെ നമ്മൾ അൺഓപ്പറേറ്റഡ് അക്കൗണ്ട് എന്ന് പറയാം. അടുത്ത ചോദ്യം. നോ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വിൽ ബി ട്രാൻസ്ഫേർഡ് ഇൻ ദ മന്ത് ഓഫ്. ഒരു TSB അക്കൗണ്ട്, ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. അത് ഏതു മാസമാണ്? അത് മാർച്ച് മാസത്തിലാണ്. മാർച്ച് മാസത്തിൽ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ, 2 സാഹചര്യത്തിൽ അത് പറയാറ്. ഒന്ന്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തത്, മാർച്ച് മാസത്തിലും അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യില്ല. ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓർ TSB അക്കൗണ്ട്. അടുത്ത ചോദ്യം. രജിസ്റ്റർ ഓഫ് പാഡ്ലോക്സ് ആൻഡ് കീസ് ബിലോങ്ങിങ് ടു ദ ഡിസ്ട്രിക്ട് ട്രഷറി ഓർ സബ് ട്രഷറി ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ഫോം. അപ്പോൾ പാഡ്ലോക്കും കീയും, ട്രഷറികളിലുള്ള പാഡ്ലോക്ക് കീ, ഈ പാഡ്ലോക്ക് എന്ന് അതിന് പറയാം. ആ പാഡ്ലോക്കിനെയും കീയെയും സംബന്ധിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന രജിസ്റ്ററിന്റെ ഫോം ഏതാണ് എന്നാണ് ചോദ്യം. അത് TR29 ആണ്. അടുത്ത ചോദ്യം. The accounts of all currency chests in the state of Kerala are maintained at the issue department of the accounts of all currency chests in the state of Kerala government, Kerala are maintained at the issue department. ആ കറൻസി ചെസ്റ്റിന്റെ ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ സംബന്ധിച്ച് കേരള ഗവൺമെന്റ് എവിടെയാണെന്ന്, ആരാണെന്നാണ് ചോദ്യം.
അത് റിസർവ് ബാങ്കിന്റെ ചെന്നൈ ഓഫീസാണ്, RBI ചെന്നൈ. ഇനി അടുത്ത ഒരു ചോദ്യമാണ്, ഡിഫറെന്റ് ക്ലാസസ് ഓഫ് റെസീപ്റ്റ്സ് എക്സംപ്റ്റ് ഫ്രം സ്റ്റാമ്പ് ഡ്യൂട്ടി. സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കപ്പെട്ടിട്ടുള്ള റെസീറ്റുകളുടെ ലിസ്റ്റ്, ആ റെസീറ്റുകളുടെ ക്ലാസുകൾ, ഡിഫറെന്റ് ക്ലാസ് ഓഫ് റെസീറ്റുകളുടെ ക്ലാസുകളെ പറ്റി പറയുന്ന അപ്പൻഡിക്സ് ഏതാണ്? KTC വോളിയം 2 നിന്നുള്ള ചോദ്യമാണ്. അത് അപ്പൻഡിക്സ് 8 ആണ്. അടുത്ത ചോദ്യം, ദ സബ് ട്രഷറി ഓഫീസേഴ്സ് ഷാൽ വെരിഫൈ ദ ക്യാഷ് ബാലൻസ് ഇൻ ദ സബ് ട്രഷറി അറ്റ്ലീസ്റ്റ്. ഒരു സബ് ട്രഷറി ഓഫീസിലെ ക്യാഷ് ബാലൻസ് സബ് ട്രഷറി ഓഫീസർ എപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത്? ഡാഷ് എ മന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ ട്വൈസ് എ മന്ത് ആണ്. ഒരു മാസത്തിൽ 2 തവണ അത് സബ് ട്രഷറി ഓഫീസർ ചെക്ക് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ലാർജ് നമ്പർ ഓഫ് ചെക്സ് ഈസ് റിസീവ്ഡ് ഡെയിലി, they should be initially entered in a subsidiary register in form. കുറേ അധികം ചെക്കുകൾ ഒരു ദിവസം വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പ്രൈമറിലി ഇനീഷ്യലി എൻറ്റേർഡ് ഇൻ എ സബ്സിഡിയറി രജിസ്റ്ററിൽ ചേർക്കണം. അത് ഏത് ഫോർമാറ്റിലുള്ളതാണെന്ന്? അത് TR 8 അടുത്ത, നമുക്കിവിടെ സമയം കൂടുതൽ വരുന്നുണ്ട്, അപ്പം അതുകൊണ്ട് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് മാറ്റാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അത് നിങ്ങൾ പലതവണ കേട്ട് നോക്കുക, അപ്പോൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കും. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇതിനെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ, കേൾക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടെ ഈ ക്വസ്റ്റ്യൻസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.